രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ലോകക്രമങ്ങളിൽ രാജ്യങ്ങൾ രണ്ട് ചേരികളിലായി ഏറ്റുമുട്ടിയപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ ദർശിച്ചത് അഭൂതപൂർവമായ കുതിച്ചുചാട്ടമായിരുന്നു. മുതലാളിത്ത ചേരിയെന്നും സോഷ്യലിസ്റ്റ് ചേരിയെന്നും തിരിഞ്ഞ് ഈ നീലഗ്രഹത്തിൽ പോർവിളികൾ ഉയർന്ന അരനൂറ്റാണ്ട് മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ മാറ്റങ്ങൾക്കും പുരോഗതികൾക്കുമാണ് വഴിമരുന്നിട്ടത്. എല്ലാ ശാസ്ത്ര നേട്ടങ്ങൾക്കും യുദ്ധത്തിൻ്റെയും മരണത്തിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എങ്കിലും ആ മത്സരം ഭാവി തലമുറകൾക്ക് നൽകിയ സംഭാവനകൾ അളക്കാനാവാത്തതാണ്. ഒന്നിനൊന്നോണം പോന്ന സാങ്കേതിക കുതിച്ചുചാട്ടങ്ങൾക്കിടയിൽ ദുരന്തങ്ങളുടെ നിഴൽപ്പാടുകളും ധാരാളമുണ്ടായിരുന്നു. ചന്ദ്രനിലേക്ക് പുറപ്പെട്ട അപ്പോളോ 13, സ്പേസ് ഷട്ടിൽ ചലഞ്ചർ എന്നിങ്ങനെ പലതും കുതിപ്പിൻ്റെ വഴിയിലെ കണ്ണുനീർത്തുള്ളികളായി. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് 2000 ഫെബ്രുവരി 12 സംഭവിച്ച കുർസ്ക് അന്തർവാഹിനി ദുരന്തം. നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ധൈര്യമായി പറയുക. ശീതസമരക്കാലത്തെ ശാക്തിക മത്സരങ്ങളിൽ നിർണായക സ്ഥാനം തന്നെ വഹിച്ചിരുന്നത് അന്തർവാഹിനി കപ്പലുകളാണ്. പ്രത്യേകിച്ച് ആണവ അന്തർവാഹിനികൾ. ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകളും വഹിച്ച് മാസങ്ങളോളം മുങ്ങിക്കിടക്കാൻ കഴിയുന്ന ഈ കടൽ ഭീമന്മാരിലാണ് രണ്ട് വൻശക്തികളുടെയും സുരക്ഷ ഒളിപ്പിച്ചു വച്ചിരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇരു ശക്തികളും ഭൂമിയിൽ എവിടെയൊക്കെ ആണവ അന്തർവാഹിനികളെ വിന്യസിപ്പിച്ചിരുന്നു എന്നത് ഇന്നും അജ്ഞാതമാണ്. ഇതിലുള്ള ശ്രദ്ധ കൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ആണവ അന്തർവാഹിനി സാങ്കേതിക വിദ്യയിൽ 70കളിൽ തന്നെ അഗ്രഗണ്യരായിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും കുറ്റമറ്റതായി കണക്കാക്കിയിരുന്നതാണ് സോവിയറ്റ് യൂണിയൻ്റെ ഓസ്കാർ ക്ലാസ്സിലുള്ള ആണവ അന്തർവാഹിനി കുർസ്ക്. 80കളുടെ അവസാനം സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് ചീട്ടുകൊട്ടാരം തകർന്നടിഞ്ഞതോടെ 5 പതിറ്റാണ്ട് ലോകം മുൾമുനയിൽ നിന്ന ശീതയുദ്ധം അവസാനിച്ചു. മുഴുവൻ വിഭവശേഷിയും പ്രതിരോധ ബഹിരാകാശ ഗവേഷണ രംഗങ്ങളിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയ സോവിയറ്റ് സാമ്പത്തികാവസ്ഥ ലോക സമൂഹത്തെ നോക്കി പല്ലിളിച്ചു കാണിച്ചു. സോവിയറ്റ് യൂണിയന് പുറമെ കിഴക്കൻ യൂറോപ്പ് മുഴുവൻ തകർന്നു വീണപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് സോവിയറ്റ് പ്രതിരോധ രംഗമാണ്. പതിറ്റാണ്ടുകളിലൂടെ കുന്നുകൂട്ടിയ ആണവായുധങ്ങൾ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ, വിമാനവാഹിനികൾ, അന്തർവാഹിനികൾ, ആയിരക്കണക്കിന് വിമാനങ്ങൾ, അങ്ങനെ ലോകത്തിനെ പലവട്ടം നശിപ്പിക്കാനും വിലയ്ക്ക് വാങ്ങാനും ശേഷിയുള്ള ആണവ കൂമ്പാരങ്ങൾ സോവിയറ്റ് ആയുധപ്പുരകളിൽ ഇരുന്ന് വീർപ്പുമുട്ടി. ഏതൊരു സൈന്യത്തെയും സജ്ജമാക്കി നിർത്തുന്നത് നിരന്തരമായ പരിശീലനവും സൈനികാഭ്യാസങ്ങളും റിഹേഴ്സലുകളുമാണ്. അതിലൂടെ ലഭിക്കുന്ന അനുഭവജ്ഞാനമാണ് അവർക്ക് ഒരു യഥാർത്ഥ പോർമുഖത്ത് മുതൽക്കൂട്ടാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം സോവിയറ്റ് യൂണിയൻ അവസാനം നടത്തിയത് 1989-ലായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ആ ആയുധ സമ്പത്തിൻ്റെ ഉടമകളായ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി സൈനികർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ വൻതോതിലുള്ള ഒരു സൈനിക അഭ്യാസത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇത് റഷ്യൻ സേനയുടെ, പ്രത്യേകിച്ച് നാവികസേനയുടെ, നേവിയുടെ ശേഷിയെ 50% കുറച്ചു. കപ്പലുകൾ വാർഫുകളിൽ കിടന്ന് തുരുമ്പെടുക്കാൻ തുടങ്ങി. മനോവീര്യം നഷ്ടപ്പെട്ട സൈനികർ വോഡ്കയുടെ ലഹരിയും നിശാക്ലബ്ബുകളുമായി സമയം കളഞ്ഞു. കാലാവധി കഴിയാറായ ആയുധങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി. പ്രശ്നം ഗൗരവമാകാൻ തുടങ്ങുന്നത് മനസ്സിലാക്കാൻ മുൻ KGB തലവൻ കൂടിയായ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ താറുമാറായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ തന്നെ 10 വർഷത്തിന് ശേഷം റഷ്യയുടെ ഏറ്റവും വലിയ നാവിക അഭ്യാസത്തിന് അദ്ദേഹം അനുമതി നൽകി. 50 കപ്പലുകൾ, 2 വിമാനവാഹിനികൾ, 12 അന്തർവാഹിനികൾ, 100-ലധികം വിമാനങ്ങൾ എല്ലാം ചേർന്ന് 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൻ നാവികാഭ്യാസമായിരുന്നു അത്. അതിന് നെടുനായകത്വം വഹിക്കാൻ നിയോഗിക്കപ്പെട്ട ആണവ അന്തർവാഹിനിയായിരുന്നു കുർസ്ക്. ഒരു നാവികസേനയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് അന്തർവാഹിനികൾ. അതിൽ തന്നെ ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് മാസങ്ങളോളം ഉപരിതലത്തിലേക്ക് വരാതെ കടലിൽ മുങ്ങിക്കിടക്കാൻ കഴിയും.
ഇതിൽ ആണവ മിസൈലുകൾ കൂടി വിന്യസിക്കുമ്പോൾ അത്യന്തം മാരകവുമാകും. 2 ജംബോ ജെറ്റ് വിമാനങ്ങളുടെ നീളവും 3.5 മീറ്റർ വ്യത്യാസത്തിൽ 2 ഹള്ളുകളുമുള്ള കുർസ്ക് അറകൾ അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുങ്ങിക്കപ്പലായിരുന്നു അത്. ഒരിക്കലും തകരാത്ത മുങ്ങിക്കപ്പൽ എന്നുകൂടിയായിരുന്നു അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കുർസ്ക് അറിയപ്പെട്ടിരുന്നത്. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് ടൈറ്റാനിക് കരുതപ്പെട്ടിരുന്നത് പോലെ. അതുകൊണ്ട് തന്നെ കുർസ്കിന് ഏറ്റവും സംഹാരശേഷിയുള്ള ആണവ മിസൈലുകൾ എപ്പോഴും സൂക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു. 2000 ഓഗസ്റ്റ് 12 രാവിലെ സൈനികാഭ്യാസങ്ങൾ പുരോഗമിക്കുമ്പോൾ കപ്പലിലെ ടോർപിഡോ ടെസ്റ്റിങ്ങിന് അനുമതി ചോദിച്ചു. വൈകാതെ അനുമതിയും ലഭിച്ചു. ഉപരിതലത്തിൽ ചലിക്കുന്ന കപ്പലുകളെ തകർക്കാൻ അന്തർവാഹിനിയിൽ നിന്നും പ്രയോഗിക്കുന്ന ചെറു റോക്കറ്റാണ് ടോർപിഡോ. ഒരു അന്തർവാഹിനിയിൽ ഒരുപാട് ടോർപിഡോകൾ ഉണ്ടാകും. അതിനുവേണ്ട ഒരുക്കങ്ങൾ കപ്പലിൽ പുരോഗമിച്ചു. 11:29 അഭ്യാസം നടക്കുന്ന ബാരൻ കടലിൽ നിന്നുള്ള ഒരു സ്ഫോടനം നോർവേയിലെ ഭൂകമ്പ മാപിനികൾ രേഖപ്പെടുത്തി. സമീപത്തുണ്ടായിരുന്ന അന്തർവാഹിനികളിലും സ്ഫോടനം അറിഞ്ഞു. പക്ഷേ ആരും അത് ഗൗരവമായി എടുത്തില്ല. പരിശീലനത്തിൻ്റെ ഭാഗമായ സ്ഫോടനമാണ് എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിമിഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 2 കിലോടൺ ശേഷിയുള്ള ഭീകരമായ ഒരു സ്ഫോടനം ഭൂകമ്പമാപിനികൾ രേഖപ്പെടുത്തിയത് 4.5 ആയിരുന്നു റിച്റ്റർ സ്കെയിലിൽ. ആദ്യത്തേതിൻ്റെ 200 ഇരട്ടിയിലുള്ള സ്ഫോടനത്തിന് സാമാന്യം നല്ല ഒരു ഭൂകമ്പത്തിൻ്റെ ശേഷി തന്നെ ഉണ്ടായിരുന്നു. യൂറോപ്പ് മുഴുവൻ കടന്ന് അകലെയുള്ള അലാസ്കയിൽ വരെ അത് പ്രതിധ്വനിച്ചു. സ്ഫോടനങ്ങളുടെ പ്രഭവകേന്ദ്രം ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും യഥാർത്ഥ അപകടം മനസ്സിലാക്കാൻ അപ്പോഴും റഷ്യൻ നാവികസേനയ്ക്കോ വിദഗ്ധർക്കോ കഴിഞ്ഞില്ല. കുർസ്കിൽ നിന്നുള്ള ടോർപിഡോയുടെ ലക്ഷ്യസ്ഥാനമാകേണ്ട പീറ്റർ വിൽക്കി കപ്പലിൻ്റെ ചുമതലയുള്ള ക്യാപ്റ്റൻ സമയം കഴിഞ്ഞിട്ടും ടോർപിഡോ കാണാതിരുന്നതിനാലും അസാധാരണമായ സ്ഫോടനവും ഹെഡ്ക്വാർട്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്തെങ്കിലും അവഗണിക്കപ്പെട്ടു. ചുരുക്കത്തിൽ കാര്യത്തിൻ്റെ ഗൗരവം വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കി വന്നപ്പോഴേക്ക് 115 നാവികരുമായി കുർസ്ക് കടലിൻ്റെ അടിത്തട്ടിലേക്ക് തകർന്നു കഴിഞ്ഞിരുന്നു. കുർസ്ക് തകർന്നു എന്ന് മനസ്സിലാക്കിയ നേവി അധികൃതർ വിപുലമായ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ആദ്യം കരുതിയത് പുറം കവചം തകർന്നപ്പോൾ ഭാരം നഷ്ടപ്പെട്ട കപ്പൽ നിയന്ത്രണം വിട്ട് കടൽപ്പരപ്പിൽ എവിടെയെങ്കിലും ഒഴുകി നടക്കുന്നുണ്ടാകും എന്നായിരുന്നു. കുർസ്കിൻ്റെ ഇരട്ട ഹള്ളിനെ അത്രയേറെ വിശ്വാസമുണ്ടായിരുന്നു അവർക്ക്. അപ്പോഴും കടലിൻ്റെ അടിത്തട്ടിൽ പൂർണ്ണമായും തകരാത്ത കപ്പലിൻ്റെ അവസാനത്തെ 3 അറകളിൽ 100ഓളം നാവികർ മരണവുമായി വിലപേശുകയായിരുന്നു. അപ്പോഴെങ്കിലും വാസ്തവം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. ദുരന്തത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞപ്പോഴേക്കും വിലപ്പെട്ട 6 മണിക്കൂർ നഷ്ടപ്പെട്ടു. ഇത് തങ്ങളുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലെന്ന് മനസ്സിലാക്കിയ പുടിൻ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടി. കടലിൻ്റെ അടിയിൽ നീന്തിപ്പറക്കുന്ന മുങ്ങിക്കോപ്റ്റർ എന്നാണ് ഞാനിപ്പോഴും ഓർക്കുന്നു അന്ന് മലയാള മനോരമയിൽ വന്നത്. നീന്തിപ്പറക്കുന്ന മുങ്ങിക്കോപ്റ്റർ എന്ന്, അതായത് ഈ കടലിൻ്റെ അടിയിൽ ഹെലികോപ്റ്റർ പോലെ പറക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഉപകരണങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് കടൽ സാങ്കേതികതയിലെ മുടിചൂടാമന്നന്മാരായ സ്വീഡനും ഇംഗ്ലണ്ടും നോർവേയും എല്ലാം ബാരൻ കടൽ ഉഴുതുമറിച്ചു. അങ്ങനെ ദിവസങ്ങൾക്കകം 400 മീറ്ററോളം ആഴത്തിൽ ജലസമാധിയിലാണ്ട കുർസ്കിൻ്റെ സമീപത്തേക്ക് മുങ്ങൽ വിദഗ്ധർ നീന്തിയെത്തി. കപ്പലിൻ്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരുന്നു. എങ്കിലും വെള്ളം കയറാത്ത അറകളിൽ എവിടെയെങ്കിലും നാവികർ സുരക്ഷിതമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒരിക്കലും തകരാത്ത കുർസ്കിൻ്റെ എല്ലാ അറകളിലും പൂർണ്ണമായും വെള്ളം കയറിയിരുന്നു. അങ്ങനെ എല്ലാ സാധ്യതകളും കൈവിട്ടതോടെ കുർസ്ക് തകർന്നതായും 5 ഓഫീസർമാരടക്കം 115 നാവികരും കൊല്ലപ്പെട്ടതായും റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അപകട കാരണം അറിയണമെങ്കിൽ എങ്ങനെയും കപ്പലിനെ പൊക്കിയെടുക്കണമായിരുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ടും കാലഹരണപ്പെട്ട റഷ്യൻ സാങ്കേതിക വിദ്യകൾക്ക് ചെളിയിൽ പൂണ്ടുകിടന്ന കുർസ്കിനെ ഉയർത്താനായില്ല. ഗത്യന്തരമില്ലാതെ 1 വർഷത്തിന് ശേഷം കപ്പലിനെ ഉയർത്താനുള്ള കരാർ ഡച്ച് കമ്പനിയായ സ്മിത്ത് ഇൻ്റർനാഷണലിന് നൽകി. വാക്വം ഹൈഡ്രോളിക് സംവിധാനങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറെ പണിപ്പെട്ട് അവർ കുർസ്കിനെ ഉയർത്തുക തന്നെ ചെയ്തു.
അവസാനം ഡ്രൈഡോക്കിലെത്തിച്ച കുർസ്കിനെ പരിശോധിച്ചറിഞ്ഞ വിവരങ്ങൾ അത്യന്തം ഞെട്ടിക്കുന്നതായിരുന്നു. പരിശീലനത്തിന് തയ്യാറെടുത്ത് ടോർപിഡോകൾ തൊടുക്കാൻ മുൻപിലുള്ള ടോർപിഡോ റൂമിൽ കയറിയ നാവികർ 1-2 ടോർപിഡോയുടെ ഇന്ധനം ചോർന്നതറിഞ്ഞില്ല. അത്യന്തം ജ്വലനശേഷിയുള്ള ഹൈടെക്സ് പെട്രോക്സൈഡ്, ശുദ്ധീകരിക്കപ്പെട്ട മണ്ണെണ്ണ എന്നിവയാണ് ടോർപിഡോയുടെ ഇന്ധനം. ചോർച്ച ശ്രദ്ധിക്കാതെ ടോർപിഡോ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ 2 പൊട്ടിത്തെറിച്ചു. അവിടെയുണ്ടായിരുന്ന നാവികർ തൽക്ഷണം മരിച്ചു. തീപിടുത്തമുണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള മുറികളിലേക്ക് മറ്റ് നാവികർ പിൻവാങ്ങുന്നതിനിടയിൽ ബാക്കിയുണ്ടായിരുന്ന 40ഓളം ടോർപിഡോകൾ അതിലുണ്ടായിരുന്ന ആയുധങ്ങളടക്കം വൻ ശക്തിയോടെ പൊട്ടിത്തെറിച്ചു. കപ്പലിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ഇതാണ് ഇടവിട്ടുള്ള 2 സ്ഫോടനങ്ങളായി സീസ്മിക് സ്കെയിലുകൾ രേഖപ്പെടുത്തിയത്. അങ്ങനെ നിയന്ത്രണം വിട്ട കപ്പൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇടിച്ചിറങ്ങി. കുർസ്കിൻ്റെ ആണവ റിയാക്ടറിനോ കപ്പലിലുണ്ടായിരുന്ന ആണവായുധങ്ങൾക്കോ ഒന്നും സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു റേഡിയേഷൻ ഭീഷണി ഉണ്ടായില്ല. പിന്നിലെ അറകളിലേക്ക് രക്ഷപ്പെട്ട നാവികരുടെ ഓക്സിജൻ സെല്ലുകൾ തകർന്ന് കടൽ വെള്ളവുമായി കലർന്നപ്പോൾ അതിലെ രാസപദാർത്ഥങ്ങൾക്ക് തീപിടിച്ച് വെള്ളം കയറാത്ത അറകൾ തകർന്നു. അതോടെ കപ്പലിൻ്റെ എല്ലാ അറകളിലേക്കും കടൽ വെള്ളം ഇരച്ചു കയറി. 100-ലധികം മനുഷ്യജീവനുകൾ അനിവാര്യമായ മരണത്തിലേക്ക് പോയി. ഇതൊക്കെ നടക്കുമ്പോൾ കടൽപ്പരപ്പിൽ എവിടെയോ ഒഴുകി നടക്കുന്ന കുർസ്കിനെ തേടി കപ്പലുകളും വിമാനങ്ങളും ലക്ഷ്യബോധമില്ലാതെ അലയുകയായിരുന്നു. നാവികരുടെ അശ്രദ്ധ, കെടുകാര്യസ്ഥത, സാങ്കേതിക പരിജ്ഞാനക്കുറവ് ഇതൊക്കെയായിരുന്നു ദുരന്തത്തിന് കാരണം. തീപിടുത്തമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള ഹൈഡ്രോളിക് സംവിധാനം പോലും പ്രവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ദീർഘനാളത്തെ പരിശീലനക്കുറവും അലസതയും ഒരു സന്നിഗ്ധ ഘട്ടം കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവിനെ ഏതാണ്ട് ഇല്ലാതാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ചേർത്ത് വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് റഷ്യ തയ്യാറാക്കിയത്. ഇത് ഇപ്പോൾ ലോകത്തിലെ എല്ലാ നേവിയും ഫോളോ ചെയ്യുന്ന അന്തർവാഹിനി സുരക്ഷയെ സംബന്ധിച്ച ഏറ്റവും വലിയ ഒരു റഫറൻസാണ്. അശ്രദ്ധയും അമിത ആത്മവിശ്വാസവും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മഹാദുരന്തങ്ങളുടെ പട്ടികയിൽ ടൈറ്റാനിക്കിനും ചലഞ്ചറിനും ഒപ്പം കുർസ്കും അങ്ങനെ ഇടം നേടി. സാങ്കേതിക ദുരന്തങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഈ ഭീമൻ യന്ത്രത്തിമിംഗലത്തിൻ്റെ സ്ഥാനം വളരെ വളരെ വലുതാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.